ഇതുപോലെ ഒരു അരപ്പ് തയ്യാറാക്കിയിട്ട് നമ്മൾ ഫിഷ് കറി വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ എപ്പോൾ ഫിഷ് മേടിച്ചാലും നമ്മൾ ഈ ഒരു അരപ്പ് തന്നെ തയ്യാറാക്കും. അത്രയ്ക്കും രുചികരമായിട്ടുള്ളൊരു ഫിഷ് കറീൻ്റെ റെസിപ്പിയാണ് കേട്ടോ. ഈ അരപ്പാണ് അതിനെ വ്യത്യസ്തമാക്കുന്നത്. അതെന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഒരുപാട് സ്നേഹത്തോടു കൂടി ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. വളരെ സിമ്പിളാണ്, എല്ലാ വീട്ടിലും ഉണ്ടാവുന്ന ഇൻഗ്രീഡിയൻസ് മാത്രമാണ് ഇതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ കറിവേപ്പില എടുത്തിട്ടുണ്ട്, 3 കുടംപുളി, കുറച്ച് ചെറിയുള്ളി കട്ട് ചെയ്തത്, ചെറിയൊരു പീസ് ഇഞ്ചി കട്ട് ചെയ്തത്, പിന്നെ ഒരു 2-3 പച്ചമുളക് എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഈ പച്ചമുളകൊക്കെ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മളുടെ എരിവിൻ്റെ അളവനുസരിച്ച് അത് കൂട്ടുകയോ കുറയ്ക്കുകയൊക്കെ ചെയ്യുക. അപ്പോൾ ഇത്ര സാധനങ്ങളാണ് ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത്. അപ്പോൾ ഇത് എങ്ങനെയാണിത് തയ്യാറാക്കുന്നത് നോക്കാം കേട്ടോ. അപ്പോൾ നമുക്കിന്ന് അത്യാവശ്യം വലിപ്പമുള്ള ചാളമീനാണ് കിട്ടിയത്, മത്തിമീൻ കേട്ടോ. മത്തിമീൻ നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്ത് ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. കാരണം അത് അത്യാവശ്യം നല്ല വലിയ മീനായതുകൊണ്ടാണ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് കേട്ടോ. പിന്നെ ഇത് സാധനങ്ങളെല്ലാം നമ്മൾ അരിഞ്ഞെടുത്ത് വെച്ച് ഫിഷും ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി എങ്ങനെയാണ് ഇത് കറി വെക്കുന്നതെന്നൊന്ന് കാണാം കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ചേർക്കുന്ന ഒരു അരപ്പ് കൊണ്ട് ആണ് ഇത് ഇത്രയും ടേസ്റ്റി ആയിട്ട് മാറുന്നത്. നമ്മൾ പലതരത്തിൽ വെക്കുന്നുണ്ട്, എന്നാൽ ഈ രീതി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഗ്യാസ് അടുപ്പിലോട്ട് ഒരു ചീനച്ചട്ടി വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ ഞാൻ കുരുമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുരുമുളക് അത്യാവശ്യം ഒന്ന് റോസ്റ്റായി വരട്ടെ. കുരുമുളക് അത്യാവശ്യം ഒന്ന് റോസ്റ്റായി വരുമ്പോൾ അങ്ങനെ ഒരു പൊട്ടിപ്പൊരിയും. അപ്പോൾ അത് കഴിയുമ്പോഴത്തേക്കും നമ്മൾ കറിക്ക് ആവശ്യത്തിനുള്ള മുളക് പൊടി, ഞാനിവിടെ ഇപ്പോൾ ഒരു 1.5 ടീസ്പൂൺ അളവിൽ മുളക് പൊടിയും 1 ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടിയും 1/4 ടീസ്പൂൺ അളവ് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ അരപ്പ്. അപ്പോൾ ഇത് നല്ല പോലെ തന്നെ റോസ്റ്റ് ചെയ്തെടുക്കണം. നമ്മൾ ഈ കറിയിലൊക്കെ ചേർക്കുന്ന അരപ്പുകളുടെ പിന്നെ ഈ പൊടികളിൽ നല്ലപോലെ റോസ്റ്റ് ചെയ്തെടുത്തിട്ട് അതിൻ്റെ ഒരു പച്ചമണം ഉണ്ട്, ആ പച്ചമണം മാറ്റിയെടുത്തിട്ട് കറിയിലിട്ടാലായിരിക്കും നല്ല ടേസ്റ്റ് കേട്ടോ. അപ്പോൾ അത്യാവശ്യം നല്ല പോലെ തന്നെ ഫ്രൈ ആയി വന്നപ്പോഴത്തേക്ക് ഞാനതൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. അത് നന്നായി തണുക്കട്ടെ. തണുത്ത് കഴിഞ്ഞ ശേഷം ഞാനതൊരു മിക്സിയിലെ ജാറിലേക്ക് നമ്മൾ എടുത്ത് അരപ്പിട്ട് കൊടുത്തു. പിന്നെ അതിലേക്ക് വേണ്ടത് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള 2-3 കുഞ്ഞുള്ളി, അതായത് ചെറിയുള്ളി, അതും കൂടി നമ്മൾ മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. പിന്നെ അതിലേക്ക് അരയാൻ ആവശ്യത്തിനുള്ള വെള്ളം. ഇപ്പോൾ കുരുമുളക് നല്ലപോലെ റോസ്റ്റ് ചെയ്തു, അതിലേക്ക് നമ്മൾ മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി ചേർത്ത് കൊടുത്തു. പിന്നെ അതിലേക്ക് കുഞ്ഞുള്ളിയും കൂടി ചേർത്ത് ആവശ്യത്തിന് വെള്ളവും ചേർത്ത് ഇത് പോകണ്ട. ഇത് നല്ല കുഴമ്പ് പോലെ വളരെ സെക്കൻഡുകളുടെ പണിയുള്ളൂ കേട്ടോ. ഇതുപോലൊരു ഈസി ആയിട്ടുള്ള റെസിപ്പി നിങ്ങൾ മസ്റ്റായിട്ട് ട്രൈ ചെയ്യണമെന്ന് പറയുന്നത് അതുപോലെ രുചികരമാണ്, ഒന്നും പറയാനില്ല കേട്ടോ. പിന്നെ ഞാനിത് ആ ഒരു അരപ്പ് മുഴുവനായിട്ടൊരു മൺചട്ടി അടുപ്പിൽ വെച്ചിട്ട് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ചെറിയ പീസായിട്ട് കൊത്തി അരിഞ്ഞ് വെച്ച ഇഞ്ചി, അതുപോലെ തന്നെ നീളത്തിൽ നടുമാത്രം ഒന്ന് കട്ട് ചെയ്തിട്ടുള്ള പച്ചമുളക്, പിന്നെ ആവശ്യത്തിന് കറിവേപ്പിലയും കൂടി നമ്മൾ ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തു കേട്ടോ. അപ്പോൾ ഇതാണ് വളരെ മീൻ വെട്ടുന്ന സമയം മാത്രമേ വേണ്ടുള്ളൂ നമുക്ക് ഈ കറി തയ്യാറാക്കാൻ കേട്ടോ. അത്ര സിമ്പിളാണ്. പിന്നെ നമ്മൾ ഒരു 3 പുളിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ. പുളീൻ്റെ എണ്ണമൊക്കെ നിങ്ങൾ ഉപയോഗിക്കുന്ന പുളിയുടെ അളവനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. പിന്നെ ഈ ഒരു അരപ്പ് നല്ല രീതിയിൽ മിക്സ് ചെയ്ത് എത്രത്തോളം എമൗണ്ടാണ് നമുക്ക് ചാറ് വേണ്ടത്. ചിലർക്ക് കുറുകിയ ചാറോട് കൂടിയ കറിയായിരിക്കും ഇഷ്ടം, ചിലർക്ക് നല്ല ലൂസായിട്ടുള്ള കറിയാണ്. അതൊക്കെ നമ്മളെ താല്പര്യം അനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. ഇവിടെ ഇപ്പോൾ അത്യാവശ്യം നമുക്ക് ഒരു തിക്ക് ഗ്രേവി തന്നെയാണ്, ഒരുപാട് ലൂസാക്കുന്നില്ല. അപ്പോൾ നമ്മൾ ആവശ്യത്തിനുള്ള വെള്ളം എടുത്തിട്ടുണ്ട്, വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് കണ്ടോ, മീൻ വെട്ടി കൊണ്ടുവരിക, നമ്മൾ ഈ പൊടികളൊന്ന് ഫ്രൈ ചെയ്ത് അത് ഈ സവോളയും കൂടി ചേർത്തിട്ട്, സവോളയല്ല ചെറിയുള്ളിയും കൂടി ചേർത്തൊന്ന് അരച്ചെടുക്കുക. നമ്മൾ ചട്ടിയിലേക്ക് അരപ്പ് ചേർത്ത് വെള്ളവും ഇഞ്ചിയും പച്ചമുളകും ചേർത്ത് കൊടുക്കുക. അതിലേക്ക് ആവശ്യത്തിന് ഈ ഒരു കറിക്ക് മീനിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തു കേട്ടോ. ഇനി ഇതൊന്ന് തിളയ്ക്കാൻ വിടണം. നല്ലപോലെ ഒന്ന് തിളച്ച് വരുമ്പോഴാണ് നമ്മളിതിലേക്ക് മീൻ ചേർക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മളൊന്ന് അടച്ച് വെച്ച് കൊടുക്കുന്നുണ്ട്. അടച്ച് വെച്ച് നല്ല രീതിയിൽ തിളക്കട്ടെ. തിളച്ച് വരുമ്പോൾ, അപ്പോൾ തിളച്ച് തുടങ്ങുമ്പോഴത്തേക്കും മീൻ ഇടുന്നതിൻ്റെ മുന്നേ നമ്മൾ ഒന്നുകൂടി പുളിയും ഉപ്പും എല്ലാം ഉണ്ടോ എന്നൊന്നും കൂടി ചെക്ക് ചെയ്ത് നോക്കുക. നല്ല രീതിയിൽ ഈ ഒരു സ്വാദ് അപ്പോൾ മീൻ കറി കഴിക്കാത്തവർ, മീനിട്ടിട്ട് കറി കഴിക്കാത്തവരാണെങ്കിൽ ഈ ടൈമിൽ കുറച്ച് ചാറെടുത്ത് വെച്ചാൽ മതി കേട്ടോ. മീനില്ലെങ്കിലും ഈ ചാറിന് നല്ല രുചിയാണ് കേട്ടോ കഴിക്കാനായിട്ട്. ആ കുരുമുളകിൻ്റെ ഫ്ലേവർ എല്ലാം ഇങ്ങനെ വന്നിട്ടൊരു പ്രത്യേക സ്വാദുള്ള കറിയാണ്. അപ്പോൾ മീൻ കൂട്ടാത്തവരാണെങ്കിൽ ഈ ടൈമിൽ അതിൽ നിന്ന് കുറച്ച് ചാറെടുത്ത് വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ നല്ല രീതിയിൽ ഞാൻ തിളച്ച ശേഷമാണ് ഞാൻ ഏത് മീൻ കറി വയ്ക്കുകയാണെങ്കിലും നല്ല രീതിയിൽ നമ്മൾ ചേർത്ത ചാറ് പൊടികളൊക്കെ മൂപ്പിച്ച് ഈ ചാറ് ചേർത്ത് അത് നല്ല രീതിയിൽ തിളച്ചതിന് ശേഷം മാത്രമായിരിക്കും ഞാൻ മീൻ ചേർത്ത് കൊടുക്കുന്നുണ്ടാവുക കേട്ടോ. അപ്പോൾ നല്ല രീതിയിൽ ഇത് തിളച്ചതിലേക്ക് നമ്മൾ മീൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ആ മീൻ അതിൽ കിടന്നിട്ട് വേവട്ടെ. അപ്പോൾ
അപ്പം മത്തിയൊക്കെ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുന്ന മീനാണ്. നല്ല രുചിയാണ്. പിന്നെ പ്രത്യേകമായിട്ട് പറയാനാണെങ്കിൽ ഇതിന് എന്താ പറയുക, സാധാരണ നമ്മൾ പൊടി ചേർത്ത് കൊടുക്കുന്നതിനെക്കാട്ടിയും പൊടി റോസ്റ്റ് ചെയ്തിട്ട് ഡയറക്റ്റ് ചേർത്തെടുക്കുന്നതിനെക്കാട്ടിയും ഒരു പ്രത്യേകമായിട്ടുള്ളൊരു ടേസ്റ്റ് ഇതിന് കൂടുതൽ തന്നെയാണ് കേട്ടോ. നല്ല രീതിയിൽ നമ്മളിത് എന്താ പറയുക, മിക്സീൻ്റെ ജാറിലിട്ട് അരച്ചെടുക്കുന്നതുകൊണ്ട് തന്നെ ശകലം പോലും തരി പോലെ ഒന്നും തന്നെ ഉണ്ടാവില്ല. നല്ല രുചികരമായിട്ടുള്ള കറിയാണ്. പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാനും പറ്റും. പിന്നെ വേറെ പ്രത്യേകിച്ച് ഇതിലേക്ക് എന്താ പറയുക, വേറൊന്നും ചേർക്കേണ്ട ഒന്നും കാര്യമില്ല. നല്ല രുചി. ഇതിലേത് മീൻ വേണമെങ്കിൽ, മത്തി തയ്യാറാക്കണം എന്നില്ല, ഏത് മീൻ വേണമെങ്കിലും തയ്യാറാക്കാം കേട്ടോ. ഇതിലേറ്റവും രസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുഞ്ഞമത്തിയാണ്. ചെറിയ കുഞ്ഞമത്തി ഉണ്ടല്ലോ, കുഞ്ഞമത്തിയാണ്. പെട്ടെന്ന് തന്നെ എരിവും പുളിയും എല്ലാം പിടിച്ചിട്ട് ഇങ്ങനെ ഒരിക്കലും നമ്മൾ ആ സ്വാദ് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രയും ഗംഭീരമായിട്ടുള്ള സ്വാദാണ്. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കണം. അപ്പോൾ അത് ഞാൻ ഇടയ്ക്കിടയ്ക്കൊന്ന് എന്താ പറയുക, പിന്നെ ചെറിയ തീയിലിട്ടിട്ടാണ്. പിന്നെ അത്യാവശ്യം ഒന്ന് വെള്ളം വറ്റി കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ തീ ഒന്ന് കുറച്ചിട്ടുണ്ട്. തീ കുറച്ചിട്ട് ഒരു ചെറിയ തീയിൽ കിടന്ന് അങ്ങനെ വേവട്ടെ കേട്ടോ. ഇനി ഞാനിതിലേക്ക് താളിച്ച് ചേർക്കൊന്നും ചെയ്യുന്നില്ല. അത് കണ്ടില്ലേ, ഒരു 2-2.5 ടീസ്പൂണോളം വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ ഇതുവരെ വഴറ്റാനോ ഒന്നും തന്നെ വെളിച്ചെണ്ണ ഇതിലേക്ക് നമ്മൾ യൂസ് ചെയ്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എന്താണ് ഈ ഒരു ടൈമിൽ, അല്ലെങ്കിൽ നമ്മൾ ഈ ചേർക്കുന്ന ഇൻഗ്രീഡിയൻസ് എല്ലാം തന്നെ ആദ്യം വഴറ്റിയിട്ടാണല്ലോ ചേർക്കുന്നത്. എണ്ണ ചേർത്ത് നല്ല വഴറ്റിയിട്ടാണല്ലോ ചേർക്കുന്നത്. അപ്പോൾ ഞാൻ ആദ്യം തൊട്ടേ എണ്ണയൊന്നും തന്നെ യൂസ് ചെയ്തിട്ടില്ല. പിന്നെ ലാസ്റ്റ് നമുക്ക് ഒരു 2 ടീസ്പൂൺ അളവിൽ പിന്നെ കറി പാകമായി കഴിഞ്ഞതിന് ശേഷം ഒരു 2 ടീസ്പൂൺ അളവിൽ വെളിച്ചെണ്ണ കറീൻ്റെ മുകളിലൊന്ന് ഒഴിച്ച് കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. രുചി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അസാധ്യമായിട്ടുള്ള രുചിയാണ്. ഇത് നമുക്ക് ചോറിൻ്റെ കൂടെയും അതുപോലെ തന്നെ ചപ്പാത്തീൻ്റെ കൂടെയും അപ്പത്തിൻ്റെ കൂടെയും കപ്പേൻ്റെ കൂടെയൊക്കെ നല്ല അടിപൊളി കോമ്പിനേഷനാണ്. നല്ല കുറുകിയ ചാറോട് കൂടിയിട്ടുള്ള നല്ല രുചികരമായിട്ടുള്ളൊരു കറിയാണ്. വെറുതെ പറയുന്നതേ അല്ല. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് അടിച്ചേക്കുക. എന്നാൽ മാത്രമായിരിക്കും നമ്മൾ പുതിയ പുതിയ വീഡിയോസ് ഇടുമ്പോൾ ഒക്കെ നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവരോടും ഒരുപാട് സ്നേഹത്തോടു കൂടി അടുത്ത വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.